സത്യം പറഞ്ഞ മടുത്തു കാഞ്ചന സാറേ. രാവിലെ എണീറ്റ് ഇങ്ങോട്ട് വരുന്ന കാര്യം ഓർക്കുമ്പോഴേ മടുപ്പാ. ഇത്ര ബോറടിപ്പിക്കുന്ന ജോലി വേറെ ഉണ്ടാവില്ല. എന്തു പറ്റി സ്വയംപ്രഭയ്ക്ക്? സത്യം പറഞ്ഞാൽ ഈ സർക്കാർ ജോലി വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത്. നമ്മൾ ജീവിതകാലം മുഴുവൻ ഇതുപോലൊരു കസേരയിലിരുന്ന് ഈ വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും പൊസിഷൻ സർട്ടിഫിക്കറ്റും എഴുതി ആയുസ് കളയണം. ജീവിതമാകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സുഖം വേണ്ടി. സർക്കാർ ഓഫീസ് ആയതുകൊണ്ടല്ല സ്വയംപ്രഭ ഈ പ്രശ്നം. മറ്റുള്ള സർക്കാർ ഓഫീസുകളിലേക്ക് ആളുകൾ ഹാപ്പി ആയാ കഴിയുന്നത്. ഇവിടെ നമുക്കൊരു വില്ലേജ് ഓഫീസർ ഉള്ളതിന് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. രാവിലെ 10 മണിക്ക് വരണം, വൈകിട്ട് 5 മണിക്കേ പോവാവൂ. പൊട്ടോള ചിട്ടയില്ലേ. രാവിലെ ഇവിടെ ഒന്ന് ഇരിക്കുമ്പോ തന്നെ ഉറക്കം വരിക. ഞാൻ മടുത്തു. പറഞ്ഞു നോക്കാൻ കേട്ടു. ഇത് ഒരു സർക്കാർ ഓഫീസാണ്. നിങ്ങളെ സർക്കാർ നിയമിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബോർഡ് മാറ്റാനല്ല, നാട്ടുകാരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനാണ്. പേര് സ്വയംപ്രഭ. ആ പേരിന്റെ അർത്ഥം എന്താ? സ്വയം പ്രകാശിക്കുന്നവൾ ആരോ അവൾ. ബഹുവ്രീയാണ് സമാസം. ആ പ്രകാശം കൊണ്ട് ചുറ്റുമുള്ളവർക്ക് വെളിച്ചു നൽകേണ്ടവൾ. പക്ഷേ സ്വയംപ്രഭ ചെയ്തതോ സ്വന്തമായിട്ട് വെളിച്ചമില്ല എന്ന് മാത്രമല്ല, അല്പം വെളിച്ചവുമായി വരുന്നവരുടെ സന്തോഷം കൂടി നഷ്ടപ്പെടുത്തുന്നു. ഒരാവശ്യത്തിന് ഈ ഓഫീസിലേക്ക് കയറി വരുന്നവർ സ്വയംപ്രഭയുടെ മുഖം കണ്ടാൽ എന്താ കരുതുക? സ്വയംപ്രഭയ്ക്ക് ഇങ്ങനൊരു പേരിട്ടവർ ആരായാലും അവർക്ക് യാതൊരു ബുദ്ധിയില്ല. കാഞ്ചന വരൂ. എനിക്ക് പേരിട്ടതേ എന്റെ അച്ഛനാ. അതിന്റെ നല്ലതും ചീത്ത അന്വേഷിക്കേണ്ട കാര്യം മോഹനേഷ സാറിന് ഇല്ല എന്ന് കാഞ്ചന സാർ ഒന്ന് പറഞ്ഞേക്ക്. ഒരു പേരിന്റെ ശാസ്ത്രം കൊണ്ട് വന്നേക്ക. സർ, സ്വയംപ്രഭ നല്ല ചൂടില്ല. സാറ് പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടമല്ലാതിരുന്നാൽ എനിക്ക് പുല്ലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ സാറിന്റെ പക്ഷത്താ. പേരും ആളിന്റെ സ്വഭാവ രൂപം തമ്മിൽ ബന്ധം വേണം, അല്ലേ സർ? കാഞ്ചന എന്നാൽ സ്വർണ്ണ എന്ന അർത്ഥം. പ്രഹ്ലാദട്ടനെ എപ്പോഴും പറയും എന്റെ പേര് പോലെ തന്നെ സുന്ദരിയാ ഞാനെന്ന്. പക്ഷേ സ്വർണത്തിന് ഒരു കുഴപ്പമുണ്ട്. അത് കാണാൻ മാത്രമേ കൊള്ളാവൂ. കാഴ്ചയിലെ ഭംഗി കൊണ്ട് മാത്രമാണ് അതിന് വില കൂടുതൽ. അതല്ലാതെ സ്വർണം എന്ന വസ്തു എന്തിനെങ്കിലും കൊള്ളാമോ? കാഴ്ചയിലെ ഭംഗിയേക്കാൾ ഗുണത്തിനാണ് പ്രാധാന്യം. സ്വർണത്തിന് അതില്ല. അതുകൊണ്ട് തന്നെ കാഞ്ചനയുടെ പേര് കാഞ്ചനയ്ക്ക് നന്നായി ചേരും. കാഴ്ച തിറക്കേടില്ല, പക്ഷെ ഗുണമേ ഇല്ല. താലൂക്ക് ഓഫീസിലേക്കുള്ള ഫയൽ റെഡിയാക്കി പറഞ്ഞിട്ട് റെഡിയാക്കിയോ? ഇല്ല. സോമൻപിള്ളയുടെ പോക്കുവരവ് എന്തായി? എഴുതിയിട്ടില്ല. വീരാങ്കുടിയുടെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്തായി? തീർന്നിട്ടില്ല. രാവിലെ കുറെ പൗഡറും വാരി പൂച്ച് കണ്ണൻ ചിക്കുന്ന സാരി ഉടുത്തിങ്ങി പോരും. ആണുങ്ങൾക്ക് വായി നോക്കാൻ ഒരു കോമാളിയായിട്ട്. അതല്ലാതെ ഓഫീസിൽ വരുന്ന നാട്ടുകാർക്ക് എന്താണൊരു ഗുണം? കാഞ്ചനയാണ് പോലും കാഞ്ചന. സാറേ, മോഹനേഷ് സാർ വന്നു. എന്നെ അന്വേഷിച്ചോ? കഷ്ടകാലത്തിന്റെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പഴയ ഒരു പരിചയക്കാരനെ കണ്ടു. 1-2 പറഞ്ഞു നിന്ന് താമസിച്ചു. മിക്കവാറും എന്റെ തന്തയ്ക്ക് വിളിക്കും. രാവിലത്തെ മൂട് തീരെ മോശമാണോ? വന്നപാടെ എന്റെ മെക്കിട്ട് കയറും. എന്റെ പേര് പോലെയല്ല എന്റെ സ്വഭാവമൊന്നും. അതൊക്കെ ഇങ്ങനെ അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ പേര് വെച്ചാണോ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കേണ്ടത്? സ്വയംപ്രഭയുടെ മാത്രമല്ല എന്റെ പേരിന്റെ ശാസ്ത്രവും പറഞ്ഞു. ഇന്നത്തെ ഭ്രാന്ത് അതാണെന്ന് തോന്നുന്നു. അല്ല, കാഞ്ചന സാറിന്റെ പേരിന് എന്താ കുഴപ്പം? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇയാളെ കൊണ്ടുള്ള ശല്യം ഇങ്ങനെയായാൽ സത്യമായിട്ട് ഇയാളെ കൊണ്ടു ഞാൻ ജയിലിൽ പോവും. അങ്ങനെയാണെങ്കിൽ കാഞ്ചന സാറിന്റെ പേരിൽ കേസ് വാദിക്കാൻ സത്യഭാമ വക്കീല് വരെയും ചെയ്യും. അവരിതിനെ സഹിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി? ശിശുപാല, സമയം എത്രയായി? 10:35. ശിശുപാലിന്റെ ആപ്പീസ് സമയം എത്രയാ? 9:30. അപ്പൊ ഇന്ന് വൈകിയത് 1 മണിക്കൂർ. ഇത് ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ വരാനും
തോന്നുമ്പോ പോകാനും ഇതൊരു സത്രമല്ല, വില്ലേജ് ഓഫീസാണ്. അല്ല സാർ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ 1-2 തിരക്കുണ്ടായിരുന്നു. അത് തീർന്നപ്പോ വീട്ടിലെ തിരക്കെല്ലാം കഴിയുമ്പോ വന്നു കയറാനുള്ള സ്ഥലമല്ല സർക്കാർ ഓഫീസ്. അല്ലെങ്കിൽ തന്നെ ശിശുപാലിന് വീട്ടിലെന്നത്ര തിരക്ക്. വീട്ടു ജോലികൾ ചെയ്യാൻ ഭാര്യയില്ലേ? സർ, ശിശുപാലൻ ചേട്ടന് 2 കൊച്ചുകുട്ടികളുണ്ട് സർ. അവരെ നോക്കേണ്ടത് പുള്ളിക്കാരന്റെ ജോലിയല്ലേ? അങ്ങനെ വീട്ടിലെ ശിശുക്കളെ പാലിക്കുന്നത് കൊണ്ടാണ് ശിശുപാലൻ ചേട്ടന് ശിശുപാലൻ എന്ന് പേര് വന്നത്. ഓഹോ, തമാശ. പക്ഷേ ഇത് വളരെ വില കുറഞ്ഞൊരു തമാശയായിപ്പോയി. നോക്കൂ, ഞാൻ കുറച്ച് ഗൗരവമുള്ളൊരു കാര്യം പറയട്ടെ. കാഞ്ചന മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? എവിടെ? ഈശ്വരാനുഗ്രഹം കൊണ്ട് അക്ഷരം വായിക്കുന്ന ശീലമില്ലല്ലോ. മഹാഭാരതത്തിൽ ശിശുപാലൻ എന്നൊരു കഥാപാത്രമുണ്ട്. ചേതി രാജ്യത്തിലെ രാജാവായിരുന്നു. ഈ ശിശുപാലൻ ജനിച്ച സമയത്ത് അയാൾക്ക് 3 കണ്ണും 4 കൈകളും ഉണ്ടായിരുന്നു. ശബ്ദമാണെങ്കിൽ കഴുതയ്ക്ക് സമം. ശിശുപാലന്റെ അച്ഛനും അമ്മയും വിഷമിച്ചിരുന്നപ്പോ ഒരു അശരീരി കേട്ടു. ഈ കുഞ്ഞിനെ നിങ്ങൾ ലാളിച്ചു വളർത്തണം. ശ്രേഷ്ഠനായ ഒരാൾ ഒരു ദിവസം ഈ കുഞ്ഞിനെ മടിയിൽ വെച്ച് ലാളിക്കുമ്പോൾ ഈ കുഞ്ഞിന് ശരിയായ മനുഷ്യരൂപം ലഭിക്കുമെന്ന്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ആ ശ്രേഷ്ഠനായ മനുഷ്യന്റെ കൈകൊണ്ട് തന്നെ ശിശുപാലൻ ഭാവിയിൽ കൊല്ലപ്പെടുമെന്ന് കൂടി ആ അശരീരി പറഞ്ഞു. ഒരുപാട് ആളുകൾ വന്നു. പക്ഷേ ആരൊക്കെ എടുത്ത് മടിയിലിരുത്തിയിട്ടും ശിശുപാലന് മനുഷ്യരൂപം വന്നതേയില്ല. ഒടുവിൽ ഒരു ദിവസം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ശിശുപാലനെ കാണാനെത്തി. കുട്ടിയെടുത്ത് മടിയിൽ വെച്ചു. ശിശുപാലന് മനുഷ്യരൂപവും കൈവന്നു. ഒടുവിൽ ശിശുപാലന്റെ അമ്മ ഭഗവാന്റെ കാൽക്കൽ വീണ് കരഞ്ഞു. സ്വന്തം മകനെ ഭാവിയിൽ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് കേണപേക്ഷിച്ചു. ഭഗവാൻ പറഞ്ഞു, ശരി, ഇവന്റെ 100 തെറ്റുകൾ വരെ ഞാൻ ക്ഷമിക്കും. അതോടെ ശിശുപാലന്റെ അമ്മ വിചാരിച്ചു തന്റെ മകൻ രക്ഷപ്പെട്ടു എന്ന്. 100 തെറ്റിൽ കൂടുതൽ തന്റെ മകൻ ചെയ്യില്ല എന്ന്. എന്നിട്ടെന്താ? ശിശുപാലൻ ആ വാക്ക് തെറ്റിച്ചു. തെറ്റുകൾ മാത്രം ചെയ്തു. 100 തെറ്റുകൾ വരെ ഭഗവാൻ ക്ഷമിച്ചു. ഒടുവിൽ ഭഗവാന്റെ ചക്രായുധം ശിശുപാലന്റെ തല അപഹരിച്ചു. നല്ല കഥ കേക്കാൻ നല്ല രസമുണ്ടല്ലേ? ഇവിടെ ശിശുപാലന് പഴയ ശിശുപാലന്റെ പേരുണ്ട്. എനിക്കോ ഭഗവാൻ കൃഷ്ണന്റെ പേര്. ഈ ശിശുപാലന്റെ 100 തെറ്റുകൾ വരെ നോക്ക്, ഈ മോഹനേശൻ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി ഒരു ദിവസം കൂടി താമസിച്ച് വന്ന എന്റെ ചക്രായുധം ഞാൻ പ്രയോഗിക്കും. ഇതെന്തൊക്കെയാ സാറേ ഈ കേൾക്കുന്നത്? എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയാൽ ചിലപ്പോ ഈ സൂക്കേട് മാറും. ഇനിയും വൈകിയാൽ ചങ്ങലക്കിടേണ്ടി വരും. എന്നാൽ ഈ ശിശുപാലന്റെ പേരിന് ഇങ്ങനൊരു കുഴപ്പമുണ്ടെന്ന് സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് വില്ലേജ് ഓഫീസർക്ക് ഒരു കാര്യം മനസ്സിലായി. ആളുകളുടെ രൂപവും സ്വഭാവവും ജോലിയും തമ്മിൽ പേരിനൊരു ബന്ധവും ഇല്ല. ഇത് തന്നെയല്ലയോ ഞാൻ രാവിലെ പറഞ്ഞത്? ഒരു കുട്ടി ജനിച്ച് 1-2 മാസത്തിനുള്ളിൽ ആ കുട്ടിക്ക് ഒരു പേരിടും. അതൊരു ഭംഗിയുള്ള പേരായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നാലും പേരും അയാളുടെ ജീവിതവും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നല്ലതല്ലേ? ആയിരിക്കും, പക്ഷേ അത് നടക്കില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട് മോഹനേട്ടാ, ഇന്ന് രാവിലെ മോഹനേട്ടൻ പറഞ്ഞില്ലേ എന്റെ പേരും ജോലിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന്? എന്റെ പേരും ജോലിയും തമ്മിൽ ബന്ധമില്ലെന്ന് നീയും പറഞ്ഞു. നമ്മുടെ പേരും ജോലിയും തമ്മിലൊരു ബന്ധമില്ലെങ്കിലും വേറൊരു കാര്യത്തിൽ പേര് കൃത്യമായിട്ട് വന്നില്ലേ? അതേത് കാര്യത്തില്? എന്റെ പേര് സത്യഭാമ. സത്യഭാമയ്ക്ക് ഭഗവാൻ കൃഷ്ണന്റെ പേരുള്ള ഈ മോഹനകൃഷ്ണനെക്കാട്ടിലും നല്ലൊരു ഭർത്താവിനെ വേറെ എവിടെ കിട്ടും? മോഹനകൃഷ്ണനും സത്യഭാമയും. എന്റെ അച്ഛനും മോഹനേട്ടന്റെ അച്ഛനും നമ്മൾ വലുതാവുമ്പോ കല്യാണം കഴിക്കുമെന്ന് എങ്ങനെ അറിഞ്ഞത്? അപ്പൊ നീ സമ്മതിച്ചു ചില കാര്യങ്ങൾക്കെങ്കിലും പേരിന് പ്രസക്തി ഉണ്ടെന്ന്? ഇവിടെ പ്രസക്തി പേരിന്റെ അല്ല. എനിക്ക് മോഹനേട്ടന്റെ പേരിനോടല്ലോ മോഹനേട്ടനോടല്ലേ ഇഷ്ടം.
അതിപ്പോ എനിക്കും അങ്ങനെ തന്നെയാ. അല്ലെങ്കിലും പേര് നോക്കിയൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? അതാണ് കാര്യം. സുമതിയമ്മയുടെ മകൾ പാർവതിയുടെ മകന് പേരിടുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ് തർക്കിക്കാതെ കുറച്ചുകൂടി ക്രിയാത്മകമായി നമുക്ക് ചിന്തിച്ചാലോ? എങ്ങനെ? നമ്മൾ മറ്റുള്ളവരുടെ കുട്ടിക്ക് പേരന്വേഷിച്ച സമയം കളയുന്ന എന്തിനാ നമുക്ക് നമ്മുടെ കുട്ടിക്ക് പേരിടുന്ന കാര്യം ആലോചിച്ചൂടെ? അല്ല, അതിപ്പോ നമുക്ക് കുട്ടിയില്ലല്ലോ. വില്ലേജ് ഓഫീസർ ഈ ഉഴപ്പൊക്കെ ഒന്ന് കുറച്ചാൽ ആ പ്രശ്നത്തിനൊരു പരിഹാരമാവും. നമുക്കുണ്ടാകുന്ന കുട്ടിക്ക് നല്ലൊരു പേരിടണം. അത് ആൺകുട്ടിയാണെങ്കിൽ ബ്രഹ്മാവെന്നിടാം. അല്ല, ദൈവത്തിന്റെ പേരല്ലേ? ദൈവത്തിന്റെ പേര് ദൈവത്തിന്, മനുഷ്യന്റെ പേര് മനുഷ്യന്. നമുക്ക് വേറൊരു നല്ല പേര് കണ്ടുപിടിക്കാം. അപ്പൊ വില്ലേജ് ഓഫീസർക്ക് ബുദ്ധി ഉദിച്ചു. ഇപ്പോഴാണ് മോഹനകൃഷ്ണനായത്. സത്യഭാമയായത്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ച വില്യം ഷേക്സ്പിയർ മഹാനായിരിക്കാം. പക്ഷേ ഒരു പേരിൽ ചിലതൊക്കെ ഇരിപ്പുണ്ട് എന്നതാണ് സത്യം. ഒരു പേര് എന്നത് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗം തന്നെയാണ്. അയാളുടെ പേര് തെക്കോട്ടും സ്വഭാവം വടക്കോട്ടും രൂപം കിഴക്കോട്ടും തൊഴിൽ പടിഞ്ഞാറോട്ടും പോയാൽ അതൊരു തമാശയായി തന്നെ അവസാനിക്കും. പേരിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വക്കീല് സമ്മതിച്ച സ്ഥിതിക്ക് മറ്റൊരു നിസ്സാര കാര്യവുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.